നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലാലു പ്രസാദ് യാദവിന്റെ സർക്കാരിന് കീഴിൽ ബീഹാറിലെ ക്രമസമാധാനം തകർന്ന നിലയിലായി എന്നും എന്നാൽ ഇന്ന് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണ് എന്നും ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി പറഞ്ഞു. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ സർക്കാരിന് കീഴിൽ ക്രമസമാധാനം തകർന്നിരുന്നു. ലാലു പ്രസാദ് യാദവ് ആദ്യം ബീഹാറിലെ ജനങ്ങളോട് 15 വർഷമായി ചെയ്ത അനീതിയുടെ കണക്ക് പറയണമെന്ന് ചൗധരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്തെ അക്രമങ്ങൾ കാട്ടുന്ന കുറ്റക്കാർക്കെതിരെ ബീഹാർ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി പറഞ്ഞു. ബീഹാറിൽ ക്രമസമാധാന നില സാധാരണ നിലയിലാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി ബീഹാർ സർക്കാർ രംഗത്ത് തന്നെയുണ്ട്. ബീഹാറിൽ ക്രമസമാധാന നില സാധാരണ നിലയിലാണുള്ളത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി ബീഹാർ സർക്കാർ രംഗത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ഇന്ത്യ ബ്ലോക്ക് നേതാക്കൾ ഒരു പ്രതിഷേധം നടത്തി തങ്ങളുടെ കറുത്ത പ്രവർത്തികൾ മറയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂലൈ 20 ബീഹാർ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും മാർച്ചുകളും നടത്താൻ ഇന്ത്യ ബ്ലോക്ക് പാർട്ടികൾ തീരുമാനിച്ചതിന് പിന്നാലെയാണിത്. ബീഹാറിലെ വികാസ് ഗിൽ ഇൻസാൻ പാർട്ടിയുടെ സ്ഥാപകൻ മുകേഷ് സഹനിയുടെ പിതാവ് ജിതിൻ സഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ പ്രതിപക്ഷവും സർക്കാരും നേർക്കുനേർ വാദപ്രതിവാദങ്ങളിൽ ഏറ്റുമുട്ടുകയാണ്. നേരത്തെ VIP തലവൻ മുകേഷ് സഹാനിയുടെ പിതാവ് ജിതിൻ സഹാനി ദർഭംഗയിലെ വസതിയിൽ കൊല്ലപ്പെട്ടിരുന്നു. കേസിൽ അന്വേഷണം പോലീസ് കടുപ്പിച്ചിട്ടുമുണ്ട്.